ഏതായാലും 10 വർഷത്തിന് ശേഷം വീണ്ടും UDF അധികാരത്തിൽ വരുമ്പോൾ അണികളും പ്രവർത്തകരും തന്നെ വലിയ ആവേശത്തിലാണ്. അധികാരത്തിലേറുന്ന VD സതീശൻ സർക്കാരിന് വേണ്ടി കൊച്ചിയിൽ പ്രത്യേക പൂജയുണ്ട്. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യമാണ് പള്ളുരുത്തി ശ്രീ ഭവാനിശ്രീ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടത്തിയത്. ലാൽ കൃഷ്ണ കൊച്ചിയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ലാലി, പൂജ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? പൂജ കഴിഞ്ഞു. സത്യത്തില് പുലർച്ചെയായിരുന്നു പൂജ നടന്നത്. ഏകദേശം 5:30 കൂടി തന്നെ, അതായത് നട തുറന്ന് തൊട്ട് പിന്നാലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പൂജ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു പുതിയ ഉദ്ദേശം. അതേ രീതിയിൽ തന്നെയാണ് പൂജ നടന്നത്. സർവൈശ്വര്യ പൂജ, അതോടൊപ്പം മഹാഗണപതി ഹോമവും ചേർത്താണ് പൂജ നടത്തിയത്. അതായത് 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരികയാണല്ലോ. അപ്പോൾ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, അതിനെല്ലാം തരണം ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ആശംസകളോടെ പ്രാർത്ഥനയോട് കൂടിയായിരുന്നു പൂജ നടത്തിയത്. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പേരിലാണ് ഈ പൂജയും കർമ്മങ്ങളും കാര്യങ്ങളും നടത്തിയത്. പള്ളുരുത്തിയിൽ തന്നെയാണ്. ഇന്നലെ തന്നെ ഇത്തരം പൂജാ പരിപാടികളെ കുറിച്ചുള്ള പദ്ധതികളുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ പലരോടും ചോദിച്ചു. അപ്പോഴൊന്നും KPCC സെക്രട്ടറി ആയിട്ടുള്ള തമ്പി സുബ്രഹ്മണ്യത്തോട് ഇക്കാര്യം ചോദിക്കാൻ നമ്മൾ വിട്ടുപോയിരുന്നു. എന്തായാലും അദ്ദേഹമാണ് ഈ വഴിപാട് നടത്തിയത്. മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഗണപതി ഹോമം നടത്തിയത്. അതോടൊപ്പം പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ഭരണം നടത്താൻ വേണ്ടിയിട്ട് സർവൈശ്വര്യ പൂജയും നടത്തി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും 10 വർഷത്തിന് ശേഷം അധികാരം കിട്ടുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെയും ഉത്സാഹത്തോടെയും UDF സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെയും അണികളുടെയും കൂടെയുള്ളവരുടെയും എല്ലാവരുടെയും പ്രതീക്ഷ. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹവും അതുതന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.